ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറഞ്ഞ് കേൾക്കാം, ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്നു ആ 2 കിലോ അരി ഇടിച്ചോട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാം, സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റ് ആക്കി. ഇത്രയേ ഉള്ള കാര്യം, ഇതിനാണ് കിടന്ന് പാടക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇട്ടൊരു ഇന്റർവ്യൂവിന്റെ അത് പറയുന്നുണ്ട്, പണ്ടത്തുള്ള ഗർഭം ധരിക്കുന്ന സ്ത്രീകളും അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ട്രോള് വരുന്നുണ്ട്. അത് കണ്ടിരുന്നോ? കാര്യം ഇപ്പോഴും പറയാം, ഈ ഞാൻ ഡെലിവറി, എൻ്റെ വൈഫ് ഡെലിവറി ചെയ്യുന്ന റൂമിൽ ഞാൻ കയറിയ ആളെ, ഓപ്പറേഷൻ ചെയ്യുന്ന എൻ്റെ വൈഫ് നോർമൽ ഡെലിവറിയാണ്. അപ്പോൾ ഡെലിവറി ചെയ്ത റൂമിൽ ഞാൻ കയറിയ ആളാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാ അമ്മമാരെയും അറിയാൻ, ഒരു കുട്ടികളുണ്ടായി എല്ലാ അമ്മമാരോടും എനിക്ക് ഒട്ടക്കത്തെ റെസ്പെക്റ്റാണ്. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളോടും എല്ലാ സ്ത്രീകളോടും എനിക്ക് റെസ്പെക്റ്റുള്ള ആളാണ്. കാര്യം ഞാൻ കണ്ണുകൾ കണ്ടാണ് അതിൻ്റെ വേദനയും ചോര കുഞ്ഞിനെ എൻ്റെ ഭാര്യ വാങ്ങിച്ച് എനിക്ക് തന്നെ. ഞാനത് എൻ്റെ വൈഫിനോട് എനിക്ക് അതിഭീകര റെസ്പെക്റ്റ് ഉണ്ട്. സത്യം ഇടും അത് എല്ലാ സ്ത്രീകളോടും ഇരിക്കട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഓൾ ദ മോംസ് ആർ സൂപ്പർ ഹീറോസ് എന്ന് ഞാൻ പറയുന്നു. ബിക്കോസ് അത്രയും പെയിൻഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക, മരണത്തെക്കാൾ വേദനയാണ് പ്രസവ വേദന എന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. ഞാൻ പ്രസവിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ വൈഫിൻ്റെ ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. നമസ്കാരം കൂട്ടുകാരെ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ആരും കണ്ടുപിടിക്കാത്ത, സാക്ഷാൽ ഹിപ്പോക്രാറ്റസ് പോലും ഞെട്ടിപ്പോകുന്ന ഒരു പുതിയ മെഡിക്കൽ തിയറി നമ്മുടെ അഖിൽ മാരാർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പ്രസവവും എൻജോയ്മെന്റും. കേൾക്കാൻ എന്താ സുഖമല്ലേ? പണ്ട് മുത്തശ്ശിമാരൊക്കെ അരി ഇടിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോഴും പ്രസവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഒരു അരിയുണ്ട തിയറി കേട്ട് ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയാതെ ഇരിക്കുകയാണ് കേരളത്തിലെ അമ്മമാരെല്ലാം. എന്തായാലും നമ്മുടെ മാരാറുടെ ഈ ഒരു പ്രസ്താവന പുറത്തു വന്നതോടുകൂടി ഒരുപാട് ട്രോൾസ് വീഡിയോകൾ ഇങ്ങനെ നിറയാം. നമുക്ക് കുറച്ച് ട്രോൾ വീഡിയോ കണ്ടാലോ? അതിനുശേഷം ബാക്കി കാര്യം സംസാരിക്കാം. ഏട്ടാ, അച്ഛാ, ഞാൻ ഒന്ന് പോയി പ്രസവിച്ചിട്ട് വരാട്ടോ. ആരുടെ ആവശ്യമില്ല, പ്രസവത്ത് പറഞ്ഞ ഭയങ്കര എൻജോയ്മെന്റാ, അതുകൊണ്ട് ആരുടെ ആവശ്യമില്ല. ആ അമ്മേ, നമുക്കേ 2 ചാക്ക് നെല്ലങ്ങ് മാറ്റി വെച്ചേക്കണം കേട്ടോ. വന്ന് പ്രസവിച്ച് കഴിഞ്ഞ് വന്നത് എനിക്കത് കുത്തിയിടാനാ. ഒരു മണ്ടത്തരമല്ലേ വിളിച്ചങ്ങ് കൂവി, നാട്ടാരു പറയുന്നു ഇവനെന്തു തോൽവി. ഒരു മണ്ടത്തരമല്ലേ വിളിച്ചങ്ങ് കൂവി, നാട്ടാരു പറയുന്നു ഇവനെന്തു തോൽവി. നാട്ടിലുള്ള സ്ത്രീകളെല്ലാം കൂമ്പിനിടിക്കും വർത്താനം, പാടി നടന്നാൽ കൂട്ടിനു കിട്ടും പോലീസ് കേസുകളും. മാരാരോ ആരോ ഒരു കൊണയടി അവതാരം, സീറ്റു തരാൻ മേലെ ചാണകസംഖ്യകളും. പടപടയാ കവിളുകളിൽ ചാർത്താമീകരം എന്നും മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ വല്ലാത്തൊരു ജന്മം. ഇവിടെ നമ്മുടെ മാരാർജി പറയുന്ന പ്രസവം കേട്ടാൽ തോന്നും ഇങ്ങേരി വൈകുന്നേരം ചായ കുടിക്കാൻ പോകുന്ന അത്ര നിസ്സാരമാണ് ഇതെന്നുള്ളത്. എൻജോയ് ചെയ്യുക പോലും. സാധാരണ നമ്മള് മൂവി കാണുമ്പോഴോ അല്ലെങ്കിൽ ഊട്ടി പോകുമ്പോഴോ ഒക്കെയാണ് എൻജോയ് ചെയ്യുന്നത്. പക്ഷെ മാരാറിന്റെ ലോകത്ത് ലേബർ റൂമിൽ കിടന്ന് വേദന കൊണ്ട് പൊളയുന്നതാണ് ഏറ്റവും വലിയ എന്റർടൈൻമെന്റ്. അടുത്ത തവണ ആരെങ്കിലും സിനിമയ്ക്ക് പോകാൻ ചോദിച്ചാൽ മാരാർ പറയുമായിരിക്കും അല്ലേ, അതിനൊക്കെ എന്തിനാ ചേട്ടാ സിനിമ, നമുക്കൊരു പ്രസവം കണ്ടിട്ട് വരാമെന്ന്. ഈ കോട്ടാത്തല ചേട്ടൻ പറഞ്ഞത് 101% ശരിയാണ് കേട്ടോ. എന്റെ ഉമ്മ 72 മണിക്കൂർ ലേബർ റൂമിൽ ചിരിച്ച് കളിച്ചിരുന്നിട്ടാണ് എന്നെ പ്രസവിച്ചത്. ആ ഡെലിവറി കഴിഞ്ഞ് പോകുമ്പോൾ ഡോക്ടർ മോളെ ഇനി രംഗത്തിന് ബാല്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്തിനേറെ പറയുന്നു, 5.5 കൊല്ലം മുന്നേ എപ്പിഡൂറിലെടുത്ത് ഡെലിവറി ചെയ്തിട്ട് കൂടെ കാറി കൂവിയിട്ടാണ് ഞാനും പ്രസവിച്ചത്. ഇനി അടുത്ത എൻജോയ്മെന്റ് ഉള്ള ഒരു പീരിയഡാണ് ഗർഭകാലം. ഒരു 60-70% സ്ത്രീകൾക്കൊക്കെ ഫസ്റ്റത്തെ ഒരു 3-4 മന്ത്സിൽ ഛർദ്ദിച്ച് തൊണ്ട പൊട്ടി ചോര വന്നിട്ട് ഒരു ഫുഡ് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത നടുവേദന, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. വളരെ എൻജോയ്മെന്റ് ഉള്ള ഒരു പീരിയഡാണ് അതൊക്കെ. വീട്ടിലുള്ള സ്ത്രീകൾ ഇങ്ങനത്തെ കഷ്ടപ്പാട് പറയുമ്പോഴാണല്ലോ ഇതൊക്കെ ആണുങ്ങൾ അറിയാം. എന്റെ അഭിപ്രായത്തിൽ കോട്ടത്തല ചേട്ടന്റെ മാരാർ ചേട്ടന്റെ ഭാര്യയോ അമ്മയോ ഒക്കെ വേണമെങ്കിൽ ചിരിച്ചുകൊണ്ട് പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളായിട്ടും ആ കണക്കിന് അവർക്കൊരു മെഡൽ കൊടുക്കണം. 1990-കൾക്ക് മുന്നേ വരെയൊക്കെ ആയിട്ട് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും കേരളത്തിലുണ്ടായിരുന്നത് 1000 ആളുകൾ പ്രസവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 100-ൽ കൂടുതൽ മരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഏറ്റവും കൂടുതൽ കുറവ് മരണങ്ങൾ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. അതായത് വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ പൊന്നു ചേട്ടന്മാര് ഈ പണ്ടത്തെ കഷ്ടപ്പാടുകളും സഹനതകളും ഈ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതങ്ങോട്ട് നിർത്താൻ നോക്കും. പണ്ട് മുത്തശ്ശിമാര് ഇന്നത്തെ പോലെ ആശുപത്രികൾ ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ പ്രസവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം കേട്ട. അതിനെയാണ് ഈ മാരാർജി ഇപ്പോൾ ഇത് ഒളിമ്പിക്സ് മെഡൽ കിട്ടിയ ഒരു ഐറ്റം പോലെ അവതരിപ്പിക്കുന്നത്. പണ്ട് സൗകര്യമില്ലാത്തത് കൊണ്ട് വണ്ടി ഇല്ലാത്തവർ കിലോമീറ്ററുകൾ നടക്കുമായിരിക്കും എന്ന് കരുതി ഇന്ന് കാറുള്ളവരോട് നീ എന്തിനാണ് കാറിൽ പോകുന്നത്, പണ്ട് മുത്തശ്ശൻ നടക്കുകയല്ലേ എന്ന് ചോദിക്കുന്നതിൽ അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ മാരാർജി ചോദിച്ചത്. മാരാർജിക്ക് പ്രസവം അത്ര സിമ്പിൾ ആണെങ്കിൽ ഒരു 2 ദിവസം 2
വേദന എങ്കിലും ഒന്ന് അനുഭവിച്ചു നോക്കാൻ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അത് എത്രയോ നന്നായിരുന്നെ. മാരാർജി, ഈ ഒരു പ്രസവം എന്ന് പറയുന്നത് ആമസോണിൽ ഓർഡർ ചെയ്ത് സാധനം വരുത്തുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല. 3.5 കിലോയുള്ള ഒരു കുഞ്ഞിന്റെ തല പുറത്തേക്ക് വരുന്നത് എത്ര വലിയ ശാരീരിക ബുദ്ധിമുട്ടാണെന്ന് ഒരു മിനിമം കോമൺ സെൻസ് ഉള്ള ആർക്കും അറിയാം. ഇതിനെ രോഗമെന്ന് സ്ത്രീകൾ വിളിക്കില്ല. പക്ഷെ അത് സുഖമാണെന്ന് പറയുന്നത് ഏത് പുസ്തകത്തിൽ നിന്നാണ് താങ്കൾ ഇത് വായിച്ചത്? പണ്ട് അരിയിടിച്ച മുത്തശ്ശിമാരുടെ ഇന്നത്തെ പോലെ സിസേറിയൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവരും അത് തിരഞ്ഞെടുത്തേനെ. കാരണം ജീവൻ അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. മാസ് ഡയലോഗുകൾ സിനിമയിൽ കൊള്ളാൻ മാറാറെ, പക്ഷെ ജീവിതത്തിലും ശാസ്ത്രത്തിലും ഇമാതിരി മാറാർ ലോജിക് ഇറക്കിയാൽ അത് വെറും മാരക കോമഡി തന്നെയായി പോകും. അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകളെ പരിഹസിക്കുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിലും മാരാർക്ക് പ്രസവം വെറും അരിയിടിയാണല്ലോ. എന്തായാലും ഇതിനെ പറ്റി നമ്മുടെ ഭാഗ്യലക്ഷ്മി, ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. ഹായ്, നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ തുറന്നപ്പോ ഭയങ്കരമായിട്ട് അഖിൽ മാരാരിന്റെ സ്റ്റേറ്റ്മെന്റിനെതിരെ ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരു തരത്തിലുള്ള ആക്രമണം, വിമർശനം എന്ന് പറയുന്നത് പോലുമല്ല, ആക്രമണം എന്ന് തന്നെ പറയാം. സത്യത്തിൽ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം അതൊരു സ്ത്രീ വിരുദ്ധമായ അല്ലെങ്കിൽ മാനുഷിക വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് അഖിൽ മാരാർ വളരെ ലാഘവത്തോടു കൂടി അത് പറഞ്ഞത്. അതിന് ആൺപെൺ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും വളരെ രൂക്ഷമായി പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ ഈ മാറ്റം ഒരുപാട് സന്തോഷം തോന്നി. ഇനി അഖിൽ മാരാറിന്റെ സ്റ്റേറ്റ്മെന്റ്. എനിക്ക് അഖിൽ മാരാരെ ഈ ബിഗ് ബോസിലൊക്കെ വരുന്നതിന് മുമ്പേ ഞങ്ങൾ ചാനൽ ചർച്ചകളിലൊക്കെ ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ അറിയാം, എനിക്ക് പരിചയമുണ്ട്. വലിയൊരു സൗഹൃദം ഇല്ലെങ്കിൽ പരിചയമുണ്ട്. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ നിന്ന് അതിന്റെ വിജയിയായി പുറത്തു വന്നതിന് ശേഷം പുള്ളിക്കൊരു ധാരണയുണ്ട്, ഈ ഇന്ത്യ മഹാരാജ്യത്തെ പരമോന്നത ബഹുമതിയാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എന്തും പറയാം. ആധികാരികമായിട്ട് പുള്ളി അങ്ങോട്ട് ഓരോന്ന് പടച്ചുവിടും. മാനുഷിക വിരുദ്ധമായ അല്ലെങ്കിൽ ജെൻഡർ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ, ഇങ്ങനെയുള്ള ഓരോന്നും ഇങ്ങനെ പറയുന്നതൊക്കെ പറ്റും. ഞാനും വിചാരിച്ചു, ഇതിനൊന്നും അങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കരുതി ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നു. പക്ഷേ ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായം, അതായത് പ്രസവം എന്നത് സ്ത്രീകൾക്ക് ഒരു എൻജോയ്മെന്റ് ആയിരുന്നു. ആ എൻജോയ്മെന്റ് ഇന്ന് ഇല്ലാതെയാക്കിയത് ആശുപത്രികളായിരുന്നു. ആരാടോ തന്നോട് പറഞ്ഞത് സ്ത്രീകൾക്ക് പ്രസവം എൻജോയ്മെന്റ് ആയിരുന്നു എന്ന്? സ്ത്രീകളുടെ ആ സമയത്തെ മാനസികാവസ്ഥ എന്താണെന്ന് താൻ അറിഞ്ഞിട്ടുണ്ടോ? താൻ ആരോടെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? തന്റെ വീട്ടിലുള്ള സ്ത്രീകളോട്, അമ്മ, സഹോദരി, ഭാര്യ, ബന്ധുക്കളൊക്കെ സ്ത്രീകൾ ഉണ്ടാവില്ലേ, അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടോ എന്താണ് ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ, പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്, ആ സ്ത്രീ മാനസികമായി എങ്ങനെയാണ് അതിനെ നേരിടുന്നത്, എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തൊരു ക്രൂരമായ, എന്തൊരു മാനുഷിക വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് അഖിൽ മാരാർ താങ്കൾ ഈ പറഞ്ഞത്. താങ്കൾ വേറൊരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടു, താങ്കളുടെ ഭാര്യയെ അടിക്കും, പിന്നെ കുറെ കഴിഞ്ഞ സ്നേഹത്തോട്, അതൊക്കെ താങ്കളുടെ ഇഷ്ടം. അത് അവർക്ക് ഭാര്യയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടു അവർക്ക് വിവരമില്ല, അതും നമുക്ക് പ്രശ്നമില്ല. കാരണം നിങ്ങൾ ഭാര്യയും ഭർത്താവും എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോളൂ. കാരണം അത് ആ സ്ത്രീയെ ബാധിക്കാത്തടത്തോളം കാലം നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളെ അപമാനിക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രതികരിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഈ പ്രസ്താവന, പ്രസവം എന്നത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രക്രിയയാണെന്ന് പറഞ്ഞ ഈ പ്രസ്താവന, അത് സമൂഹത്തിലെ സ്ത്രീകളെ ഒന്നടങ്കം ബാധിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോ നിങ്ങൾ ഇലക്ഷനിൽ മത്സരിച്ചു, കഴിഞ്ഞു, വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു. താങ്കൾ ജയിക്കുമോ ജയിക്കില്ലേ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അയ്യോ ജയിക്കല്ലേ അഖിൽ മാരാർ എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം താങ്കൾ എങ്ങാനും ജയിച്ചാൽ ഈ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്കോ പ്രസവിക്കുന്ന സ്ത്രീകൾക്കോ താങ്കളെ കൊണ്ട് യാതൊരു, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, കാരണം സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളോട് പോലും താങ്കളുടെ ആറ്റിറ്റ്യൂഡ് താങ്കൾ തന്നെ പല അഭിമുഖങ്ങളിൽ പറഞ്ഞു. അങ്ങനെയുള്ള താങ്കൾക്ക് പുറത്തുള്ള സ്ത്രീകളെ ബഹുമാനിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്താണ്, അവരോട് കരുണ കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ എന്താണ്, അവരുടെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാകാത്ത താങ്കൾ എങ്ങനെയാണ് നാളെ ഒരു ജനപ്രതിനിധിയായി പോയാൽ എങ്ങനെയാണ് സ്ത്രീകൾക്ക് താങ്കളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ആവശ്യം ഉന്നയിക്കാൻ സാധിക്കുക? താങ്കൾക്ക് പരമപുച്ഛമാണല്ലോ സ്ത്രീകളോട്. അങ്ങനെയാണ് എല്ലാ പ്രസ്താവനയിലും കാണുന്നത്. ഒരിക്കൽ പോലും നമ്മൾ ആദ്യം പുറത്തുള്ള സ്ത്രീകളെ ബഹുമാനിക്കണമെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകളെ ബഹുമാനിക്കണം, എന്നാലേ നമുക്ക് പുറത്തുള്ളവരോട് ബഹുമാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ താങ്കൾ ജനപ്രതിനിധി ആകാതിരിക്കണമേ എന്ന് ഇന്ന് ഈ പ്രസ്താവനയോടുകൂടി ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രീ അഖിൽ മാരാർ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നതിന്റെ ജേതാവ് ആയി എന്നത് അത് അത്ര വലിയ ക്രെഡിറ്റ് ഒന്നുമില്ല. അതൊരു റിയാലിറ്റി ഷോയ്ക്ക് പോയി, ഞാൻ പോയിട്ടുള്ള ഒരു കാര്യം തന്നെ. അത് ജയിച്ചു, അത് അവിടെ കഴിഞ്ഞു. അടുത്തത് വരുമ്പോൾ അയാൾ കുറെ കഴിയുമ്പോൾ എന്ന് കരുതി ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ വിഷയത്തിനും ആധികാരികമായി അഭിപ്രായം പറയാൻ, അതും സമൂഹത്തിനെ ബാധിക്കുന്ന വിഷയം, നിങ്ങളുടെ വിഷയമല്ല, സമൂഹത്തെ ബാധിക്കുന്ന വിഷയത്തിൽ അഭിപ്രായം പറയാൻ താങ്കൾക്ക് യാതൊരു അധികാരവുമില്ല. ദയവ് ചെയ്ത് സ്ത്രീകളെ മനസ്സിലാക്കാതെ
സ്ത്രീകളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ ഇത്തരം പൊട്ട അഭിപ്രായങ്ങൾ, ഇത്തരം ബുദ്ധിശൂന്യമായ അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ ദയവായി ശ്രമിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. അപ്പൊ നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടല്ലോ. സോഷ്യൽ മീഡിയ ഇന്നൊരു യുദ്ധക്കളമാണ്. ഒരു വശത്ത് അഖിൽ മാരാർ എന്ന സെലിബ്രിറ്റിയുടെ വാക്കുകളും മറുവശത്ത് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും ഡോക്ടർമാരുടെയും പ്രതിഷേധം. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും മാരാറുടെ ഈ ഒരു പ്രസവ പരാമർശം തന്നെയാണ്. ഇവിടെ മാരാർജിയുടെ വാക്കുകളെ സോഷ്യൽ മീഡിയ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ആരാധകർ പറയുന്നത് എന്താണ്? മാരാർ പറഞ്ഞത് സത്യമാണ്, ആശുപത്രികൾ ഇന്ന് ബിസിനസ് കേന്ദ്രങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവർ. പിന്നെ രൂക്ഷ വിമർശകനാണ് അടുത്ത കാറ്റഗറി, അതായത് അനുഭവിക്കാത്ത വേദനയെക്കുറിച്ചും വിവരക്കേട് വിളമ്പരുത് എന്ന് പറയുന്ന അമ്മമാര്. പിന്നെ വിദഗ്ധർ, ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും മാരാറുടെ ഈ പ്രസ്താവനയിൽ മെഡിക്കൽ പിശകുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രശസ്ത ഡോക്ടർമാർ വരെ ഇതിനെതിരെ രംഗത്ത് വന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് വെറും ഒരു ചർച്ചയല്ല, ഒരു തെറ്റായിട്ടുള്ള ആരോഗ്യ അവബോധമാണ് എന്നുള്ള സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെയുള്ള ഒരു പോരാട്ടമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. ഇനി നമ്മുടെ മാരാർജി ഇത് ബോധപൂർവ്വം പറയുന്നതാണോ അതോ അറിയാതെ സംഭവിച്ചതാണോ? പലരും കരുതുന്നത് ഇത് വെറും ഒരു അറ്റൻഷൻ സീക്കിംഗ് തന്ത്രമാണ് എന്നുള്ളതാണ്. എന്നാൽ ഗൗരവമേറിയ ഒരു കാര്യം പറയട്ടെ, 2026 ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങൾ ചർച്ചയാകുന്നു എന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് നേരെ ഉയരുന്ന ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് എന്തിനെക്കുറിച്ചും എന്ത് വിവരക്കേട് വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് അല്ല. പ്രസവം എന്നത് ഒരു കായിക മത്സരവുമല്ല. മറിച്ച് ഒരു സ്ത്രീ തന്റെ ജീവിതം തന്നെ പണയപ്പെടുത്തി മറ്റൊരു ജീവന് ജന്മം നൽകുന്ന ഒരു അതിജീവനമാണ്. നമ്മുടെ മുത്തശ്ശിമാർ അനുഭവിച്ച കഷ്ടപ്പാടുകളെ എൻജോയ്മെന്റ് എന്ന് വിളിക്കുന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ താങ്കൾ പറയുന്നത് വിശ്വസിക്കാൻ ഒരു പറ്റം ആളുകൾ ഉണ്ടെന്നുള്ള ബോധം അഖിൽ മാരാർക്കുണ്ടാകണം. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ച കാലത്ത് മനുഷ്യരെ ഇരുട്ടിലേക്ക് നയിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. ഹരിയിടിക്കുന്നതും പ്രസവിക്കുന്നതും ഒന്നാണെന്ന് കരുതുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഒരുപക്ഷെ നാളെ ഒരു ജീവൻ അപകടത്തിലായേക്കാം എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? മാരാർ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക, ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. കാരണം നമുക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു കേസിൽ, അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നമുക്ക് അതുവരെ നന്ദി, നമസ്കാരം.